ഹായ്. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചൊരു കാര്യമാണേ. നമ്മൾ രഹസ്യങ്ങൾ അല്ലെങ്കിൽ അതായത് പേഴ്സണലായിട്ടുള്ള നമ്മുടെ ദുഃഖങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, അതെല്ലാവരോടും പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരാളോട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്കൊരു ഒരു ആശ്വാസമൊക്കെ കിട്ടും. പക്ഷേ അത് ഒരു താൽക്കാലികമായ ആശ്വാസം നമുക്ക് ലഭിക്കും. അതൊരു റോങ് പേഴ്സണോടാണ് നമ്മൾ കൊടുത്തതെങ്കിൽ പിന്നീട് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും എന്ന് ഇപ്പോൾ കാണുന്ന എല്ലാവർക്കും കുറേയേറെ പേർക്ക് ഈ അനുഭവം ഉണ്ടാവുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ്. ഞാനുൾപ്പെടെ എനിക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരാളോട് ദുഃഖം പറയണോ? എപ്പോഴും സന്തോഷത്തായിട്ട് കാണിക്കണോ? എന്താ വേണ്ടേ? അവിടെയാണ് ഉത്തരം. നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആരാണ്, നമ്മളെ ചതിക്കത്തില്ല എന്ന് ഉറപ്പുള്ള ഒരാളെങ്കിലും ഈ ലോകത്തിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ധനികയാണ്. ഇനി ഇല്ലെങ്കിൽ പോട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളൊരു മാർഗമുണ്ട്. അപ്പോൾ നമുക്കതൊരു നല്ല വഴിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലി പോസിബിളായിട്ടുള്ള ഒരു കാര്യം അതാണ്. കാരണം ഈ പറഞ്ഞ സുഹൃത്തുക്കളോട് പറയുന്നത് അതൊക്കെ ശരിയാ, ഒരു താൽക്കാലിക ആശ്വാസം നമുക്ക് കിട്ടും, ഇല്ലെന്നല്ല, ആരോടും പറയരുത് അങ്ങനൊന്നും അല്ല ഞാൻ പറയണേ. പക്ഷെ ഒരു കാര്യമുണ്ട്, മനസ്സിന് ബലമൊക്കെ വന്നു തുടങ്ങിയത് ഒരുപാട് ദൈവത്തോട് അടുത്തപ്പോഴാണ്, പ്രാർത്ഥിച്ചപ്പോഴാണ്. റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ദൈവം എന്നൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ തന്നെ നമ്മൾ. പക്ഷെ ദൈവം കൂടെ ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സൃഷ്ടാവാണ്, സൃഷ്ടികർത്താവാണ്, സൃഷ്ടികളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്കത് പരീക്ഷിച്ചറിയേണ്ട ആവശ്യം ഇനിയില്ല. കാരണം ഓൾറെഡി പരീക്ഷിച്ച് അറിഞ്ഞു കഴിഞ്ഞു. അനുഭവത്തിൽ കൂടെ, ജീവിതത്തിൽ കൂടെ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ വിഷമങ്ങളും പരാതികളും എല്ലാം മനുഷ്യരുടെ അടുത്ത് പറഞ്ഞ് മടുത്തു, ഇനി ആരുണ്ട്, ഇനി ആരുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ദൈവത്തിലേക്ക് തിരിഞ്ഞോ. സൃഷ്ടികർത്താവായ ദൈവത്തിലേക്ക് തിരിഞ്ഞു, ഒട്ടും സംശയിക്കേണ്ട. കാരണം വേറെ ആരൊക്കെ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവസാനം വരെ പുള്ളി കാണും. ബൈ.